ഇത് നമ്മുടെ കമ്പനിയുടെ പേര് ഈ ബയോട്ടോറി എന്നാണ് എല്ലാവർക്കും അറിയാം. അതൊക്കെ ഇവിടെ ഓൾറെഡി ട്രെൻഡാണ്. അതിലേക്കൊന്നല്ല, നമ്മുടെ എന്തിന് നമ്മൾ ഈ ബയോട്ടോറിയം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പൊ തുടക്കത്തിൽ ഞാൻ സംസാരിക്കുന്നത് ബിസിനസ് ഏറ്റെടുത്ത് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളൊരു പ്രൊഫൈൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ നിങ്ങളുടെ അടുത്ത് വരും. അവരൊക്കെ അവരുടെ പ്രൊഫൈലൊക്കെ പറയും. അപ്പൊ വളരെ കണ്ണിങ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്ന കുറെ ആളുകള് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മോഹന വാഗ്ദാനങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്യും, നമ്മൾ വിചാരിക്കും ഇതിനേക്കാൾ ബെസ്റ്റാണ് അതിനത്. അവിടെ പോയി ഒരു 6 മാസം കഴിയുമ്പോൾ മനസ്സിലാവും എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളത്. അപ്പോ നിങ്ങൾ എന്തിന് ബയോട്ടോറിയം ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിന് ബയോട്ടോറിയം ഏറ്റെടുക്കുന്നതാണ്. അപ്പൊ എനിക്ക് എന്റെ കാര്യം പറയുന്നതാണ്. എന്റെ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. കഴിഞ്ഞ 17 വർഷമായിട്ട് സ്റ്റേബിൾ ആയിട്ട് ബിസിനസ് ചെയ്ത് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ബയോട്ടോറിയം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ 3.5 കോടി ജനങ്ങൾ മാത്രമല്ല കേരളത്തിന് വേണ്ടി തുടങ്ങിയ ഒരു കമ്പനി അല്ല ഇത് ലോകത്തിന് വേണ്ടി തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഈ കഴിഞ്ഞ 17 വർഷവും വളരെ എന്താ പറയാ പ്രോഫിറ്റബിൾ ആയി ബിസിനസ് ചെയ്ത് വന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കഥകളൊക്കെ അറിയാം. കോവിഡിന് ശേഷം നമ്മൾ ഇന്ത്യയിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ള MD എടുത്ത ധീരമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മുടെ കൈ കിട്ടിയ ഒരു ബിസിനസ്സാണ് ഈ ബയോട്ടോറിയം. അതേപോലെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ വൈഡ് റേഞ്ച് ഓഫ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. 4 പ്രൊഡക്റ്റ് തുടങ്ങി ഇന്ന് ഏകദേശം 80ഓളം പ്രൊഡക്റ്റുകൾ നമുക്കുണ്ടല്ലേ. ഇത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ യുണീക്ക് ആണെന്നുള്ളതാണ്. ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രൊഡക്റ്റ് യുണീക്കാണ്. നമ്മൾ റാഡോടെ വാച്ച് ഇറങ്ങുന്ന സമയത്ത് ബർദുബായിലും ദേരയിലൊക്കെ പോയ ആളുകൾക്ക് അറിയാം അതിന്റെ സെയിം കോപ്പി വിൽക്കുന്നുണ്ടാവും. ഒറിജിനൽ 40,000 ആണെങ്കിൽ 4,000 രൂപക്ക് റാഡോടെ കോപ്പി കിട്ടും. അതേപോലെ തന്നെ നൈക്കിന്റെ ഷൂ കിട്ടും, അഡീഡാസിന്റെ ഷൂ കിട്ടും, എല്ലാ സാധനങ്ങളും കോപ്പി കിട്ടും. അപ്പൊ ഒരു കോപ്പി പ്രൊഡക്റ്റ് വിറ്റ് കൊണ്ടുപോകുന്ന ഒരു കമ്പനി അല്ല ഈ ബയോട്ടോറിയം. ഈ ബയോട്ടോറിയത്തിന്റെ കോപ്പി വിൽക്കുന്ന ഒട്ടനവധി കമ്പനികളുണ്ട്. 5-6 കമ്പനികൾ വന്നു കൂട്ടി ഇപ്പോൾ 2-3 കമ്പനികൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇവിടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് എത്രത്തോളം ഉണ്ട്, നമുക്കിവിടെ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ബിസിനസ്സാണ്, സെയിൽസ് ആണ് നടക്കേണ്ടത് അല്ലെ. ഇപ്പൊ മാട്രസ് ബെഡ് ഉപയോഗിക്കാൻ ആവശ്യമില്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട് അല്ലെ. ഉള്ളിൽ കഴിക്കുന്ന പ്രൊഡക്റ്റുകൾ വേണമെന്ന് നിർബന്ധിക്കുന്നവർക്ക് കൊടുക്കാനുള്ള പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തുണ്ട്. വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെള്ളം കുടിക്കാനുള്ള പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുണ്ട്. കമ്പനി മെന്റേഴ്സ് ആർ ട്രൂ ലീഡേഴ്സ് എന്നാണ്. കമ്പനി മെന്റേഴ്സ് ട്രൂ ലീഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. എനിക്കറിയാം ഈ ഇരിക്കുന്നതിൽ ഒട്ടനവധി ലീഡേഴ്സ് ഉണ്ട്. നല്ല അച്ചീവ്മെന്റോട് കൂടി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പൊ ഈ റൂമിൽ തന്നെ ഉണ്ട്. എല്ലാവരോടുള്ള ബഹുമാനവും കടപ്പാടും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ തുടക്കത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നത് മാനേജേഴ്സോ അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ എന്നുള്ള പോസ്റ്റിലുള്ള ആളുകളൊന്നുമല്ല. ഓരോ ലീഡറും അവരുടെ കഴിവും കപ്പാസിറ്റിയും അനുസരിച്ച് ടീം ഡെവലപ്പ് ചെയ്ത് ആ ടീമിലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് നടത്തുന്നത്. അപ്പൊ ഈ ബയോട്ടോറിയത്തിന്റെ ലീഡേഴ്സ് ഒക്കെ ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്. ഒരു കമ്പനി കഴിഞ്ഞ 17 വർഷമായി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് വരെ ഒരു നയാ പൈസ കടമില്ലാത്ത ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി. ഡയറക്ട് സെല്ലിംഗ് ഇപ്പൊ വന്നതല്ലേ, ഈ 2020 ശേഷം ഡയറക്ട് സെല്ലിംഗിലേക്ക് വന്നു. പക്ഷെ അതിന്റെ മുന്നേ ഈ കമ്പനി ഇവിടെ ഉണ്ട്. അതിന്റെ മുന്നേ 2008 മുതൽ ഇന്ന് വരെ പ്രോഫിറ്റ്, ഓരോ വർഷവും പ്രോഫിറ്റിൽ മാത്രം റൺ ചെയ്ത കമ്പനി. 5 പൈസ ഒരാൾക്ക് കൊടുക്കാനില്ല. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയത് വെച്ചാൽ 5 പൈസ ആരും കിട്ടാനില്ല എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ബിസിനസ് തുടങ്ങി കടം കൊടുത്ത് ബിസിനസ് ചെയ്തിട്ട് പൊട്ടിയ ആളുകൾ എന്റെ മുന്നിൽ ഈ സ്ക്രീനിൽ ഇഷ്ടം പോലെ ഉണ്ടാവും, ഞാൻ അടക്കം ചിലപ്പോ. അപ്പൊ അതും ഒരു ഭയങ്കര ബ്യൂട്ടിയാണ്. ഒരിക്കലും എന്ത് അഡ്വാൻസ് ആയിട്ട് ക്യാഷ് വാങ്ങിച്ചിട്ടാണ് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ കമ്പനി ഒരാൾക്കും ഒരു 5 പൈസ കൊടുക്കാനില്ല. കമ്പനിയുടെ PL അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും കഴിഞ്ഞ 3 വർഷത്തിൽ നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, അത് നോക്കിയാൽ മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഏതെങ്കിലും അക്കൗണ്ട്സ് അറിയുന്ന ഒരാളെടുത്ത് ചോദിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ biomagneticmatrix.com സെറ്റ് ചെയ്ത് മെനുവിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സും കംപ്ലൈൻസും ഒക്കെ അവിടെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. കഴിഞ്ഞ എല്ലാ വർഷവും ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 2.5 കോടി രൂപയുടെ ക്യാഷ് ബാലൻസ്, ലിക്വിഡ് ക്യാഷ് ബാലൻസ് ഉള്ള കമ്പനിയാണ്. അത് ചിലപ്പോ ടാറ്റക്കും ബിർളക്കും പോലും ഉണ്ടാവില്ല. അപ്പൊ അത്രയും വലിയൊരു കമ്പനിയിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. ഇന്ത്യയിൽ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് പേയിങ് ബിസിനസ് പ്ലാൻ ഉള്ള ഒരു കമ്പനി ഈ ബയോട്ടോറിയാണ്. അതേപോലെ തന്നെ 100% ലോങ് ലീഗൽ ആണ്. അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി സപ്പോർട്ട്.
ഏതെങ്കിലും കമ്പനികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? NDOP നടത്തുന്നു, ട്രെയിനിങ് നടത്തുന്നു, BOP സെന്ററുകൾ ഡയറക്റ്റ് ആയിട്ട് നടത്തുന്നു. ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും പ്രോഗ്രാംസുകൾ നടത്തുന്ന കമ്പനിയുടെ നേതൃത്വത്തിലാണ്. അപ്പൊ അത്രയും വിഷനുള്ള ഒരു കമ്പനി, ഇത്രയും ക്വാളിറ്റി ഉള്ള, ഇത്രയും സ്പെഷ്യാലിറ്റി ഉള്ള, യുണീക്ക് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് eBiotorium. ആദ്യം നമുക്ക് എന്ത് വേണം, അതിനെ പറ്റിയുള്ള ഒരു ഉള്ളിലൊരു പ്രൈഡ് വേണം. കമ്പനിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ ഈ കാണുന്നൊക്കെ അന്യൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വിറ്റ് വരുന്ന ഒരു കമ്പനിയല്ല നമ്മുടെ കമ്പനി. നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് അത് ട്രേഡ് ചെയ്ത് നമ്മൾ ബിസിനസ് ഉണ്ടാക്കും. അതേപോലെ തന്നെ 2008 സ്ഥാപിച്ചു എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 16 വർഷം കഴിഞ്ഞു ഇപ്പോ ഈ മാർക്കറ്റിൽ. MD-യുടെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ 1500 ദിവസം പിന്നിട്ട ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 100 വർഷം ഏറ്റവും മിനിമം ഓടുന്നതാണ്. കാരണം അത്രയും അതിന്റെ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്നതാണ്. നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മുടെതാണ്. നിങ്ങൾ ഇന്നെടുത്ത് നോക്കിയാൽ മതി, ഇന്ന് ലോകത്തിലെ കോടീശ്വരന്മാരായിട്ടുള്ള കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് കോടികൾ ഉണ്ടാക്കി വന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന ആളുകളെയൊക്കെ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തിയ എല്ലാ കോടീശ്വരന്മാരും സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഓണേഴ്സ് ആണ് ഇപ്പോൾ. കാരണം കാലം മാറി. അതേപോലെ തന്നെ നമ്മുടെ കമ്പനി അതേപോലെ തന്നെയാണ്. ഇന്നലെ വളരെ വ്യക്തമായിട്ട് BOP സെന്ററിൽ ഇന്നലെ സുരേഷ് സാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കോമേഴ്സിനെയും അത് ഡയറക്ട് സെല്ലിങ്ങിനെയും ഒരേപോലെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിനെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഡയറക്ട് സെല്ലിംഗ് റൂള് അതേപടി ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ് eBiotorium. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു അവാർഡ് ഒരാൾക്കും, ഇത് യുണീക്കാണ്, eBiotorium മാത്രമാണ്, മോണോപ്പൊളിയാണ്. വേൾഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു MD വെറുതെ വാങ്ങിക്കൂട്ടിയതല്ല ഇത്. ഒരു ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് കൊണ്ട് ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ 150 രാജ്യങ്ങളിലും ഈ ഒരൊറ്റ വേൾഡ് ഗിന്നസ് റെക്കോർഡ് വെച്ച് ബിസിനസ് ചെയ്യുമെന്ന് ഉറക്കെ പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു MD. അതാണ് നമ്മുടെ MD-യുടെ പ്രത്യേകത. ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറുള്ള ഓഫീസുകൾ വരുന്ന ആളുകളെടുത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റണം, നിങ്ങളുടെ ഓഫീസ് എവിടെയാണ്, ഓഫീസിൽ നിന്ന് പോയി കാണാൻ പറ്റും. നിങ്ങളെ കമ്പനിയുടെ വരണം അങ്ങോട്ടേക്ക്. നിങ്ങളെ തേടി വരുന്നവരെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണം. നമ്മളെ പ്ലാന് സൂപ്പർ ഫാമിലി ബോണസ് ആണെങ്കിലും സൂപ്പർ അവയർനെസ് ബോണസ് ആണെങ്കിലും ഡെയിലി 30,000 രൂപ കിട്ടും. ഇതിലും നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ കമ്പനി വെല്ലുവിളിക്കുന്നുണ്ട് അല്ലെ. അതും നിങ്ങൾക്കറിയാം. ഏതൊരു സാധാരണക്കാരനും ഒരു കട്ട് ഓഫ് ഇല്ലാതെ, ഒരു ടൈം പീരീഡ് ഇല്ലാതെ, സ്വന്തം വരുമാനം 3 ലക്ഷം രൂപയാകുന്ന സമയത്ത് തായ്ലൻഡിലേക്ക് ട്രിപ്പ്, അടുത്ത ദുബായിലേക്ക് ട്രിപ്പ്, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ടുപോകുന്ന പറയുന്നത്. അപ്പോ 3 ലക്ഷം രൂപ വാങ്ങാൻ 3 ലക്ഷം രൂപ വാങ്ങിയ ഈ അല്ലെ. അപ്പോ ഇതൊക്കെ ഏതൊരാൾക്കും വാങ്ങാൻ പറ്റും. കാരണം 6,920 രൂപ 44 പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ 3,000 രൂപയായി, അല്ല 3 ലക്ഷം രൂപയായി. അതേപോലെ റീപർച്ചേസ് പ്ലാൻ. ഒരുപാട് ആളുകൾ നിങ്ങളടുത്ത് വന്ന് പറയും റീപർച്ചേസ് ഇല്ല, റീപർച്ചേസിന് പ്രൊഡക്റ്റിന് റേറ്റ് കൂടുതലാണ്, റീപർച്ചേസിന് റേറ്റ് കൂടുതലാണ്, മന്ത്ലി അത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, അവർ കൺവിൻസ് ചെയ്യാനും കൺഫ്യൂസ് ചെയ്യാനും നോക്കുന്നത്. അപ്പൊ നേരെ നിങ്ങൾ തിരിച്ച് നിങ്ങളെ തേടി വരുന്ന ആളുകളെ നിങ്ങൾ തിരിച്ച് കൺഫ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അവരെടുത്ത തീരുമാനങ്ങൾ ഏത് കമ്പനിയിൽ എവിടെ പോകുന്നതിന് ആർക്കും പ്രശ്നമൊന്നുമില്ല, ആർക്കും എവിടെയും പോകാം. പക്ഷെ കിണറ്റിൽ നിന്ന് തന്നെ മീനെ പിടിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ചേർത്തേ പറ്റും. കാരണം അവർക്ക് ഇഷ്ടം പോലെ വിശാലമായ 4 കോടി ജനങ്ങളുണ്ട്. അതിൽ ബയോട്ടോറിയം ചെയ്യുന്ന ബയോട്ടോറിയൻസിനെ മാത്രം തെരഞ്ഞു പിടിച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതിനെ നമ്മൾ ചേർത്തേ പറ്റും. കാരണം അത് നമ്മുടെ ആവശ്യമാണ്. റീപർച്ചേസ് പ്ലാൻ, നോർമൽ പ്ലാനിൽ മിനിമം 100 രൂപ മേച്ച് ചെയ്താൽ 6,820 രാവിലെ, 6,820 വൈകുന്നേരം കിട്ടും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇന്നലെ റീപർച്ചേസ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ മനോജ് സാർ ഇത് കഴിയുമ്പോൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറയും 0.25 PVക്ക് 1,100 രൂപയുടെ PVക്ക് മന്ത്ലി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോയൽറ്റി പോയിന്റ് അവിടെ നിലനിൽക്കും. ആ ലോയൽറ്റി പോയിന്റ് നിലനിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൂർ പാക്കേജ് എന്തായാലും ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ടീമിലേക്ക് ആളുകൾ വരുന്ന സമയത്ത് അവർ റീപർച്ചേസ് ചെയ്യുമ്പോൾ
0.25 PV ആണ് മാച്ചിങ് എങ്കിൽ പോലും 157 രൂപ 50 പൈസ നിങ്ങൾക്ക് കിട്ടും. അത് 100 PV മാച്ചിങ് സമയത്ത് ഒരു കട്ട് ഓഫിൽ 63,000, രാവിലെ 63,000, വൈകുന്നേരം 63,000, 1,26,000 രൂപ ഒരു ദിവസത്തെ വരുമാനം. ഈ വരുമാനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന ആളുകളൊക്കെയാണ് പലരും എന്ത് ചെയ്തത്, ദൈവ കടാക്ഷം കൊണ്ട് ഇതൊക്കെ വിട്ടുപോയത്. അവസരം നമുക്കാണ് ഇനി ഇതിനെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ ഇതിൽ ഏറ്റവും ഇന്നലെ പറഞ്ഞ റീപർച്ചേസിംഗ് പ്ലാനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമ്മൾ റീപർച്ചേസ് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇതിനെ പറ്റി അറിയാം. പക്ഷെ എന്റെ ജോയിനിങ് ഡേറ്റിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് ഇപ്പൊ ഇന്ന് ജൂൺ 20. എന്റെ ജോയിൻ ഡേറ്റ് ജൂൺ 20 കൂട്ടിക്കോ. അപ്പൊ ഞാൻ ജൂലൈ 20 റീപർച്ചേസ് ചെയ്യണമായിരുന്നു അതിനുള്ളിൽ. ഇല്ലെങ്കിൽ നമ്മുടെ തൊട്ട് താഴെ ഡൗൺലൈനിൽ വന്നിരിക്കുന്ന നമ്മുടെ അസോസിയേറ്റ് റീപർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 12 മണിക്കൂറിനുള്ളിൽ റീപർച്ചേസ് ചെയ്യാമായിരുന്നു. ആ ഒരു ക്രൈറ്റീരിയ പോലും എടുത്തു മാറ്റി ഈ ജൂൺ 20 എന്റെ ജോയിനിങ് ഡേറ്റ്, ജൂലൈ 20 എനിക്ക് റീപർച്ചേസ് ചെയ്യണം. അപ്പോ സ്വാഭാവികമായിട്ട് എന്റെ ടീമിലുള്ള ആളുകൾ റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ റീപർച്ചേസിലുള്ള എന്റെ വരുമാനം ഞാൻ റീപർച്ചേസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്റെ അക്കൗണ്ടിലേക്ക് കിട്ടില്ല. അത്രയും ഒരു മിറാക്കിൾ ആയിട്ടുള്ള റീപർച്ചേസ് പ്ലാനിങ്. അതേപോലെ ലോയൽറ്റി പോയിന്റും നമ്മുടെ റീപർച്ചേസിൽ വന്ന PV വൺ സൈഡ് ക്യാരി ഫോർവേഡ് ലൈഫ് ടൈം. ഒരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റില്ല ഇങ്ങനെ ഒരു പ്ലാൻ. അപ്പൊ അതിന് ഏറ്റവും വലിയ ബ്യൂട്ടി, ഞാൻ ഈ ലാസ്റ്റ് എന്റെ ജൂലൈ 20 റീപർച്ചേസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്ന പൈസകളൊന്നും കമ്പനി തിരിച്ചു വാങ്ങൂല. ലാസ്റ്റ് 3 ദിവസത്തെ പൈസയും ലോയൽറ്റി പോയിന്റും വാഷ് ഔട്ട് ആയി പോകും. കാരണം ന്യായമായ ഒരു പ്ലാനിങ് എല്ലാവർക്കും. കാരണം ഈ ബയോട്ടോറിയം ചെയ്യുന്ന എല്ലാവരും റീപർച്ചേസ് ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ റീപർച്ചേസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഈ ടീമിനെ ഡെവലപ്പ് ചെയ്ത് ബിസിനസ്സിലേക്ക് വന്നുകൊണ്ട് ഒരു തായ്ലൻഡിലേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പൊ തായ്ലൻഡ് ട്രിപ്പ് വേണം, 3 ലക്ഷം ഞാൻ ഇതിലൂടെ വാങ്ങും എന്ന് ആഗ്രഹമുള്ള എല്ലാ ആൾക്കാരും റീപർച്ചേസ് ചെയ്തേക്കുക. തുടക്കത്തിൽ തന്നെ റീപർച്ചേസ് ചെയ്തേക്കുക ജൂൺ മാസം കഴിഞ്ഞാൽ. അതേപോലെ ഒരു ഡയറക്ഷൻ കമ്പനിയും കൊടുക്കാത്ത ഒരു ഓഫർ ഇന്നലെ വരെ, ഈ ജൂൺ മാസം വരെ നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലഷ് ഔട്ട് ആയി പോയ ഈ ഒരു ലോയൽറ്റി പ്രോഗ്രാമിന്റെ പോയിന്റുകളുണ്ടോ അതൊക്കെ എന്ത് തരും, ജൂലൈ 1 മുതൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റിവേഴ്സ് ഇട്ട് തരുന്ന പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് വട്ടായത് കൊണ്ടല്ല, അദ്ദേഹത്തിന് വരുമാനം കൊടുത്ത് നല്ല പരിചയവും വരുമാനം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എത്രത്തോളം സന്തോഷം ഉണ്ടാവും എന്നുള്ളതും വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ടാണ്. നിങ്ങൾ അറിയുമെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. അദ്ദേഹം ഹ്യൂമൻ സൈക്കോളജിയിലും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഡോക്ടറേറ്റ് എടുത്ത വ്യക്തി കൂടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കമ്പനിയിലാണ് ഞാനും നിങ്ങളും വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇത് എനിക്കും നിങ്ങൾക്കും അറിയാം, നമ്മുടെ കൂടെ വന്ന രാവിലെ 6 മണിക്കൊന്നും എണീറ്റ് സൂം കേൾക്കാത്ത ഒരു ഫാമിലി ബോണസിന് 100 PV ഇങ്ങനെ കയ്യിൽ പിടിച്ച് ആ ഒരു മാസമോ 2 ആഴ്ചയോ ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത 120 രൂപ ഉണ്ടാക്കാൻ വന്ന വളരെ സീരിയസ് അല്ലാത്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമുക്കുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെടുത്ത് നിങ്ങൾ ഇന്ന് തന്നെ വീട്ടിൽ പോയി ഇരുന്ന് കൊണ്ട് ഇതൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്യണം. കാരണം നമ്മുടെ മാഗ്നറ്റ്, ഈ പറഞ്ഞ നിയോഡിയം മാഗ്നറ്റ് എന്ന് പറയുന്ന മാഗ്നറ്റ് നമ്മൾ ഇതുവരെ നമ്മൾ പുറത്തേക്ക് പറയാത്ത അതിന്റെ ക്വാളിറ്റിയുള്ള മാഗ്നറ്റ്, അത് നമ്മുടെ ട്രേഡ് സീക്രട്ട് ആണ്. സാഗർ ജോഷി സാറിന് മാത്രം അറിയാവുന്ന ട്രേഡ് സീക്രട്ട്. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. വെൽനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനി. വെൽനസിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ബിസിനസ് സാധ്യതയാണ്, മാർക്കറ്റിൽ ഇതിന് ബിസിനസ് സാധ്യത ഉണ്ടോ എന്നുള്ളത്. വെറും ജ്യൂസ് മാത്രം വിറ്റുകൊണ്ട് കോടികൾ ടേൺ ഓവർ ഉണ്ടാക്കി $100 മുതൽ 10,000 കോടി ഡോളറിന് വരെ വരുമാനം നേടിയ കമ്പനികൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്ത്, അമേരിക്കയിൽ, മലേഷ്യയിലൊക്കെ ഉണ്ട്. അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ഇങ്ങനെയുള്ള ബെറി ജ്യൂസുകളും ആലോവേര ജ്യൂസുകളൊക്കെയാണ്. നമുക്ക് എന്താണ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയം മുതൽ നമ്മളൊരു വെൽനസ് അഡ്വൈസേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ക്വാളിറ്റിയിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. തോമസ് എഡിസന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ദ ഡോക്ടർ ഓഫ് ദ ഫ്യൂച്ചർ വിൽ ഗിവ് നോ മെഡിസിൻ. ഭാവിയിലുള്ള ഡോക്ടേഴ്സ് ഒരിക്കലും രോഗിക്ക് മരുന്ന് കൊടുക്കില്ല. ബട്ട് വിൽ ഇൻസ്ട്രക്ട് ഹിസ് പേഷ്യൻസ് ഇൻ കെയർ ഓഫ് ദ ഹ്യൂമൻ ഫ്രെയിം, ഇൻ ഡയറ്റ് ആൻഡ് ഇൻ ദ കോസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. രോഗങ്ങളെ തടയുവാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഉപാധികൾ ഉണ്ടെങ്കിൽ അതിനെ അഡ്വൈസ് ചെയ്ത് കൊടുക്കും. അവരുടെ ഡയറ്റ് പ്ലാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അവരുടെ പിന്നെ സംസാരിക്കാൻ പോകുന്നത് പോലെ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്ത് കൊടുക്കുന്ന പറയുന്നത്.
ആ ഒരു മേഖലയിലേക്കാണ് ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രയോ വർഷം മുന്നേ അദ്ദേഹം എഴുതിയൊരു കോട്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ കോട്ട് പറയുന്ന സമയത്ത് ഡോക്ടറെക്കാളും ഒരാളുടെ ലൈഫിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മൾ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ അത്രത്തോളം മിറാക്കിളാണെന്നതാണ്. ഒരുപാട് മിറാക്കിൾ ഒരു മെഡിക്കൽ സയൻസിനും ഒരിക്കലും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷ ആളുകൾ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കൊണ്ടുവന്നത്. എല്ലാവർക്കും എന്ത് കിട്ടില്ല, സമത്വമായ ഒരു ട്രീറ്റ്മെന്റ് ഈ ലോകത്തിൽ എവിടെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ പൗരാവകാശ പ്രവർത്തകനായ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അസമത്വത്തിന്റെ എല്ലാ ഭാവത്തിലും ആരോഗ്യത്തിലെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ അനീതിയാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് മനുഷ്യത്തിന് എന്നതാണ്. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനെതിരെ പോരാടമല്ല വേണ്ടത്, ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തു പോയാൽ മതി. അപ്പൊ ഈ അസമത്വത്തിനെ കുറിച്ചോ പ്രശ്നങ്ങളെ കുറിച്ചോ ഒന്നും ബോധേടാവേണ്ട ആവശ്യമില്ല. എമർജൻസി മെഡിസിൻ മാത്രം എടുക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് നമ്മൾ. നമുക്കിന്ന് അതിന്റെ സീരിയസ് മനസ്സിലാവില്ല. കാരണം ഒരു 10-20 വർഷം കഴിയുമ്പോഴാണ് നമ്മളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് പല വീടുകളിലും പറയും ഇദ്ദേഹമായിരുന്നു നമുക്ക് ഇന്ന പ്രൊഡക്റ്റ് തന്നിരുന്നത് പറയും. നിങ്ങൾ നോക്കിക്കോ, അന്ന് ഞാനും നിങ്ങളും ജീവനോട് ഉണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. അത്രത്തോളം എന്താണ് മിറാക്കിളായിട്ടുള്ള ഉൽപ്പന്നങ്ങളുമായിട്ടാണ് ഇവിടെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി വരുന്നത്. കുറെ കാലം കഴിയുമ്പോ ഇപ്പൊ പറയില്ലേ, ശ്രീനാരായണ ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുത്തിരുന്നു എന്റെ അച്ഛന്റെ അച്ഛൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു തലമുറ 1-2 തലമുറ കഴിയുമ്പോ പറയും അവരൊക്കെ ഇബയോടൂറിയം ചെയ്തിരുന്ന വ്യക്തികളാണ്. ഇബയോടൂറിയം കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയതുകൊണ്ടാണ് നമുക്കിന്ന് ഈ സൗകര്യങ്ങൾ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റുന്നത്. അത്രത്തോളം വലിയൊരു കൺസെപ്റ്റാണ്. കാരണം കഴിഞ്ഞ 17 വർഷം നമ്മൾ ഇവിടെ അത്രയും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന 1000 വർഷവും ഇതേപോലെ റൺ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിലാണ്, സോഫ്റ്റ്വെയറിലാണ് കമ്പനി റൺ ചെയ്യുന്നത്. MD-യുടെ വാക്ക് കടമെടുത്ത് ഞാനില്ലാതായാലും ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യും, ഇതേപോലെ റൺ ആവുമെന്ന് പറയുന്നത്. മനുഷ്യന് ആകെ 1% മാത്രമേ നമ്മുടെ എല്ലാ ഓപ്പറേഷൻസിലും സ്വാധീനമുള്ളൂ. ബാക്കിയൊക്കെ 99% റൺ ആവുന്നത് സോഫ്റ്റ്വെയറിലാണ്. നമ്മുടെ പ്രൊഡക്റ്റുകൾ നേരത്തെ നമ്മൾ സംസാരിച്ചു. നമുക്ക് മെറ്റസ്പേഡ് ഉണ്ട്, അൾട്രാ ഉണ്ട്, മോർ പവർ ഉണ്ട്, പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് ഉണ്ട്, ആൽക്കലൈൻ വാട്ടർ മെഷീൻ ഉണ്ട്, അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും ഇത്രയും കൂടാതെ മറ്റു പല മേഖലകളിലെ ടെക്സ്റ്റൈൽസ് മേഖലകളിലാണെങ്കിലും ഓർണമെന്റ്സിന്റെ മേഖലകളിലാണെങ്കിലും അത് പേഴ്സണൽ കെയറിലാണെങ്കിലും ഒക്കെ നമ്മുടെ ഇപ്പൊ വന്നിരിക്കുന്ന ഷൂസ് നമ്മൾ ഓരോരുത്തരും വാങ്ങി ഉപയോഗിക്കേണ്ട ഷൂ ആണ്. സയന്റിഫിക് ഷൂ ആണ്. അത് ചവിട്ടുന്ന സമയത്ത് നമ്മൾ ഇന്ന് മെട്രസ്പേഡ് കിടക്കുന്ന എല്ലാ എനർജിയും എല്ലാ ഇന്റേണൽ ഓർഗൻസിലേക്കും കാലിന്റെ അടിയിലുള്ള അക്യുപ്രഷർ പോയിന്റുകളിൽ മാഗ്നറ്റ് ഉള്ളത് കൊണ്ട് കിട്ടുന്നതാണ്. തലച്ചോറ് മുതൽ കാൽപാദം വരെ ആ ഒരു ഷൂ ഉപയോഗിക്കുന്ന സമയത്ത് ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കുന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. നമ്മുടെ കമ്പനിയാണ് ഇന്ന് നിലവിൽ ഇന്ത്യയിലുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ എടുത്തു നോക്കുന്ന സമയത്ത് പ്രോഡക്റ്റിന്റെയും വരുമാനത്തിന്റെയും രണ്ടും കൂടി എടുത്ത് നമ്മളൊന്ന് ക്ലബ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കമ്പനി. ഇനി നമ്മൾ സംസാരിക്കുന്ന വിഷയം അൾട്രാ വരിയാണ്. 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. ഹാൻഡ് പിക്കഡ് ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ബോക്സിന്റെ പുറത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത്രയും ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഒരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക്. നമ്മള് ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള കണ്ടന്റുകളൊന്നും പഠിച്ചിട്ട് വിൽക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും കൺഫ്യൂഷനിൽ അത് ഇപ്പൊ എടുത്ത് മാറ്റിയേക്കുക. ഒരു ചവനപ്രാവശ്യം വാങ്ങി നിങ്ങളെ കുട്ടിക്ക് കൊടുത്തപ്പോ ഇതിന്റെ ഉള്ളിൽ നെല്ലിക്കയുണ്ടോ അല്ലെങ്കിൽ താനിക്കയുണ്ടോ അതേപോലെ അമുക്കുരുണ്ടോ എന്നൊന്നും നോക്കിയിട്ടല്ലോ വാങ്ങിക്കൊടുത്തത്. ചവനപ്രാവശ്യം കഴിച്ചാൽ എന്ത് ഗുണം കിട്ടും അല്ലെ, അത് മാത്രം അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെയാണ് എന്തും. മോർ പവർ ആണെങ്കിലും അൾട്രാ വറി ആണെങ്കിലും നിങ്ങൾ നാട്ടിൽ നിന്ന് ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ഗുണം എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് കഴിച്ചാൽ എന്ത് ഗുണം കിട്ടും, എനിക്കെന്ത് ഗുണം കിട്ടും, ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഗുണം കിട്ടും മാത്രമേ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് കണ്ടന്റുകൾ കയറി മുറിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകൾ വെക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ അവർക്ക് എന്ത് ചെയ്യാം, ഓരോന്നും പഠിക്കാൻ പറ്റും. പഠിക്കുന്നത് എത്രത്തോളം നല്ലതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടീമിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു അറിവുള്ള ഒരാളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരെ കൺവിൻസ് ചെയ്യാനും പറ്റും. എല്ലാം പഠിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ സെയിൽസിന് അല്ലെങ്കിൽ
റിക്രൂട്ട്മെന്റിന് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ്. അപ്പൊ ഒരു ചെറിയൊരു ചിന്ത നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റ് നിങ്ങളിലേക്ക് പറയാണ്. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഒരു കോട്ട് എന്ന് പറയുന്നത്, യു ആർ നോട്ട് സെല്ലിങ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. നിങ്ങൾ ഒരിക്കലും വിൽക്കുന്നത് ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഒരു സർവീസോ അല്ല എന്നുള്ളതാണ്. പക്ഷെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാനൊരു ഉൽപ്പന്നമാണ് വിൽക്കുന്നത് എന്നുള്ളതാണ്. യു ആർ സെല്ലിങ് ദ റിസൾട്ട് ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസ് എന്നാണ്. നമ്മളെല്ലാവരും ലോകത്തിൽ എന്ത് പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിലും ആ പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങുന്നത് ആ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആണ് വാങ്ങുന്നത്. നിങ്ങൾ മാട്രസ് ബേഡ് വാങ്ങിയത് മാട്രസ് ബേഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഷോക്കേസിൽ വെക്കാനല്ല. ആ മാട്രസ് ബേഡ് എന്ത് റിസൾട്ട് നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ മുന്നിലുള്ള ആള് നിങ്ങൾ കൺവിൻസ് ചെയ്തുകൊണ്ടാണ് അല്ലെ. അതേപോലെ നമ്മൾ ഇനി അൾട്രാ ബുക്കാൻ ഇറങ്ങുവാണ്. ഇതിന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ആന്റി ഓക്സിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന തന്മാത്രകള് ഫ്രീ റാഡിക്കൽസിനെ ചെറുക്കാനും ക്യാൻസറിനെ തടയാനും വരെ സാധിക്കുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ ഇൻഗ്രീഡിയൻസ് എന്താ പറയാ, ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, കോശങ്ങളുടെ ആരോഗ്യം നശിക്കും. അതൊക്കെ കുറിച്ചൊക്കെ സാറ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബീന മേഡം 2 പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ആന്റി ഓക്സിഡന്റ് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആന്റി ഏജിങ് കിട്ടും. നമ്മുടെ സെല്ലുകളൊക്കെ ഫ്രഷ് ആയിരിക്കും. നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് തുരുമ്പെടുക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് കോശങ്ങളുടെ ആരോഗ്യം നശിച്ച് നമ്മുടെ സെല്ലുകൾ വീക്കാവും. നമ്മൾ എത്രത്തോളം മാട്രസ് ബേഡ് ഉപയോഗിക്കുന്നുണ്ട്, പില്ലോ ബേഡ് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കഴിക്കുന്നത് എന്താന്നുള്ളത് നമുക്കറിയില്ല. നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുന്നുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ നാട്ടിലുള്ള മലബാരികൾ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ഭക്ഷണം ഒന്നുകിൽ ചോറും മീൻകറിയും, ചോറും സാമ്പാറും 2 വറവും പൊരിച്ച മീനും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. ഇതിലൊന്നും ന്യൂട്രീഷൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ന്യൂട്രീഷൻസ് ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് ഞങ്ങളും ഞങ്ങളുടെ തലമുറയും വരുന്ന തലമുറയും കഴിച്ചുകൊണ്ടിരിക്കുന്നതും കഴിച്ചു വന്നുകൊണ്ടിരുന്നതും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ന്യൂട്രീഷൻസിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അനാരോഗ്യമായ പ്രവണതകൾ പുറത്തേക്ക് വരും. ഈവൻ ക്യാൻസർ അടക്കം വരാനുള്ള കാരണം ശരീരത്തിൽ ന്യൂട്രീഷൻസിന്റെ കുറവ് തന്നെയാണ്. അപ്പോ നമ്മുടെ ശരീരം ഈ കാറിന്റെ പിക്ചർ കാണുന്ന പോലെ തുരുമ്പെടുത്ത് പോകുന്ന ഒരു പ്രോസസ്സ് ആണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഈ തുരുമ്പെടുത്ത് പോകുന്ന ഒരു പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഫുഡുകളെയാണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. ആന്റി ഓക്സിഡന്റ് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പിക്ചർ കാണുന്നത് പോലെ ഈ എന്താ പറയാ, ആപ്പിൾ മുറിച്ചു വെച്ചാൽ അത് ഒരു സൈഡ് പെട്ടെന്ന് എന്ത് ചെയ്യും, ഓക്സിഡേഷൻ മൂലമാണ് എന്ത് ചെയ്യുന്നത്, അത് കറുത്തു പോകുന്നത്. അതേപോലെ ഒരു പഴം മെല്ലെ മെല്ലെ എന്ത് ചെയ്യുന്നത്, അത് ദ്രവിച്ച് കെട്ടുപോകുന്നത് ഇതുപോലെയാണ്. അതേപോലെ തന്നെ നമ്മുടെ സെല്ലുകൾ എന്ത് ചെയ്യും, പ്രായത്തെക്കാൾ കൂടുതൽ പ്രായാധിക്യം ബാധിക്കുന്നതിന് കാരണം നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ പ്രോസസ് നടക്കുന്നതുകൊണ്ടാണ്. അതിനെ ചെറുക്കുക എന്നുള്ളതാണ് ആന്റി ഓക്സിഡന്റ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്നുള്ളത്. ഇനി ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് എന്തൊക്കെ ശരീരത്തിൽ സംഭവിക്കുന്നതാണ്. ഇതെന്തിനാ ഇത് പറഞ്ഞു പോകുന്ന വെച്ചാൽ നിങ്ങൾ ഒരാളെ കൺവിൻസ് ചെയ്യാൻ പോകണം. നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരാളെ നമ്മുടെ പ്രൊഡക്റ്റ് വെച്ച് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇത് ഞാൻ പറയുന്നത് പക്ക സെയിൽസ്മാൻമാരോടാണ്. കാരണം ഒരുപാട് വർഷം സെയിൽസ് ഫീൽഡിലുള്ളതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയത് അറിവാണ്. നമുക്കൊരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് തിരിച്ചു വരുമ്പോഴേക്കും അദ്ദേഹത്തിനെ കൺഫ്യൂസ് ചെയ്തിരിക്കണം. മാർക്കറ്റിൽ ഇന്ന് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ് ഇത്. ഇതിനെ കോമ്പീറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ഇല്ല. അത് പറഞ്ഞിട്ട് വേണം നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ. നിങ്ങൾ സെയിൽ ക്ലോസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നോക്കണ്ട. നാളെ വേറൊരു കമ്പനിക്കാരൻ പോയിട്ട് ഇതേപോലെ ജ്യൂസ് ഉണ്ട്, സിപ്പപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവന്റെ ക്വാളിറ്റി പറയുന്ന സമയത്ത് അവരെ നിങ്ങളെ ഓർമ്മിക്കണം, നിങ്ങളെ വിളിക്കണം, നിങ്ങളെ ഡ്രിങ്ക് തന്നേക്കെന്ന് പറയണം. ആ ഒരു സ്കില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. ക്ലിയർ? ഇനി ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് ഓരോ ആൾക്കാർക്കും വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ പിക്ചർ കാണുന്ന ഈ തക്കാളി എങ്ങനെയാണോ അത് അഴുകി ദ്രവിച്ചു പോകുന്നത്, അതേപോലെ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, സെല്ലുകൾ മെല്ലെ മെല്ലെ വീക്കായി നശിച്ചു തുടങ്ങും. അപ്പൊ നമുക്ക് വരുന്ന പ്രശ്നം ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുന്നു, കാഴ്ച ശക്തി കുറയാനുള്ള സാധ്യത കൂട്ടുന്നു, ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യത കൂട്ടുന്നു, വാദസംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടുന്നു, സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, റെസ്പിറേറ്ററി ഡിസീസുകൾ, ഈ ശ്വാസകോശവും ലങ്സുമായിട്ട് വരുന്ന എല്ലാ ഇഷ്യൂസും എന്ത് ചെയ്യും, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണമാകുന്നതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയും.
അതുപോലെ തന്നെ എംഫിസീമ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമുക്ക് ബ്രത്ത് എടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞു വരും. പാർക്കിൻസൺസും അൽഷിമേഴ്സും വരാനുള്ള സാധ്യത കൂടും. ഏജിങ് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കും. പ്രായാധിക്യം തോന്നും. അതേപോലെ മുടികൊഴിച്ചിലൊക്കെ സംഭവിക്കും. മറ്റുള്ള ശരീരത്തിൽ നീർക്കെട്ടുകളും വീക്കങ്ങളും ഒക്കെ സംഭവിക്കും. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഞാനിത് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് അടിഞ്ഞു കൂടി കോശങ്ങളുടെ ആരോഗ്യം നശിച്ച് നമ്മൾ ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും എന്നാദ്യം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യാൻ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് സാധിക്കും. ഇതാണ് ആകെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആന്റി ഓക്സിഡന്റ് കഴിച്ചു കഴിഞ്ഞാൽ, ആന്റി ഓക്സിഡന്റ് ആയ ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ആന്റി ഏജിങ് ആണ്, ആന്റി ക്യാൻസർ ആണ്, ആന്റി ഒബ്സിറ്റി ആണ്. പൊണ്ണത്തടിയെ തടയാൻ പറ്റും. ഡൈജഷനെ പ്രോപ്പർ ആക്കും, ഉറക്കത്തിനെ പ്രോപ്പർ ആക്കും, സ്കിന്നിന്റെ ഗ്ലോ കൂടും. അതേപോലെ തന്നെ ഹാർട്ട്, ലിവർ, കിഡ്നി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രോപ്പർ ആക്കും. ടോട്ടൽ നെർവസ് സിസ്റ്റത്തിനെ സ്ട്രെങ്ത് ചെയ്യും. ബ്രെയിനിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആക്കും. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. ഈ കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമറുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇത് വളരെ സിമ്പിൾ അല്ലേ? ഇതൊന്നും കൂടി വേണേ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് കഴിച്ചാൽ കിട്ടുന്ന ഗുണം നിങ്ങളുടെ ടോട്ടൽ നാഡി വ്യൂഹത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും. ഇത് പറയാൻ എല്ലാവർക്കും പറ്റും. നിങ്ങളുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കും. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. പ്രായാധിക്യത്തെ ചെറുക്കും. ക്യാൻസറിനെ തടയാൻ പറ്റും. ക്യാൻസർ മാറും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കണ്ട. പക്ഷെ ക്യാൻസറിന്റെ കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റിൽ നിൽക്കുന്ന ആളുകൾക്കും അതിന്റെ ക്ഷീണം മാറാനും അതിനെ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് ക്യാൻസർ ഇല്ലാത്ത ഒരു ബോഡിയിലേക്ക് എത്താനൊക്കെ ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് കഴിച്ചാൽ സാധിക്കും. അപ്പൊ പറയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ആളുകളുടെ അടുത്ത് പോയിട്ട് തെറ്റായിട്ടൊരു സാധനം വിൽക്കാൻ പാടില്ല. പൊണ്ണത്തടി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊണ്ണത്തടി കുറച്ച് വരാനൊക്കെ ആന്റി ഓക്സിഡന്റ് കഴിക്കുമ്പോൾ സഹായിക്കും. ദഹന പ്രക്രിയ പ്രോപ്പർ ആക്കും. മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന 90% അസുഖങ്ങളുടെയും കാരണം നിങ്ങളുടെ ഗട്ടാണ്, നിങ്ങളുടെ കുടലാണ്. അപ്പൊ കുടല് നന്നായാൽ ഉടല് നന്നായി അല്ലെ? അപ്പൊ ആ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് നടക്കും. അപ്പൊ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. സ്കിന്നൊക്കെ നല്ല നേപ്പാളികളെ പോലെ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലെ അരുണാചൽ പ്രദേശിലെ ആളുകളുടെ സ്കിന്ന് പോലെ ചുക്കിച്ചുളിയാത്ത നല്ല കൊറിയക്കാരുടെ ജപ്പാൻകാരുടെ സ്കിന്ന് പോലെയാവും. ഇതൊരു 5-6 മാസം കഴിച്ചാൽ മതി. അതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സുഖമായിട്ട് വിൽക്കാൻ പറ്റും. കാരണം റിസൾട്ട് 100% ഉറപ്പാണ്. അങ്ങനെയുള്ള ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റിലുള്ളത്. ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ക്രാൻബെറി, കിവി, പൈനാപ്പിള്, ഡ്രാഗൺ ഫ്രൂട്ട്, മക്കാറൂട്ട്, മുരിങ്ങ, മാംഗോസ്റ്റീൻ, വീറ്റ് ഗ്രാസ്, സ്ട്രോബെറി, ബ്ലാക്ക് കറന്റ്, അശ്വഗന്ധ, ഗ്രീൻ ടീ. അതേപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വീറ്റ്നർ എന്ന് പറയുന്നത് ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് ആണ്. നമ്മുടെ ആപ്പിൾ ആണെങ്കിലും കിവി ആണെങ്കിലും അതേപോലെ ഇങ്ങനെയുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടുകളുണ്ട്, അതിന്റെ എക്സ്ട്രാക്ട്, അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന വാട്ടർ സോർബിറ്റോൾ എന്ന് പറയും അതിനാ. അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിന് അത്യാവശ്യം കഴിക്കുക ഈ പ്രൊഡക്ട്സ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഷുഗർ അങ്ങ് കൂടുന്നുണ്ടെങ്കിൽ 2-3 ദിവസം നിർത്തി വെച്ചിട്ട് വീണ്ടും ഉപയോഗിച്ച് നോക്കിയാൽ മതി. ബോഡി സെറ്റ് ആകുമ്പോൾ ഷുഗർ ഒക്കെ നോർമലൈസ് ചെയ്യാനൊക്കെ സഹായിക്കും. പക്ഷെ അത് പറയേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. സിന്നമൻ, അലോവേര, ബ്ലൂബെറി, സീബക്ത്രോണ്, സഫേദ് മുസലി, എൽഡർബെറി, സോ പാൽമറ്റോ, ഗ്രേപ്പ് സീഡ്, നോനി. ഇത് നമുക്ക് അറിയാത്താകെ 2 പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവും. ഒന്ന് സീബക്ത്രോണും മറ്റൊന്ന് സോ പാൽമറ്റ്. ബാക്കിയെല്ലാം നമ്മൾ കണ്ടതാണ്, പലരും വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. ബെറീസ് ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കും. അപ്പൊ നമ്മളോട് ചില ആൾ ചോദിക്കും, ഞാൻ എന്നാ ബെറി അവിടെ നിന്ന് വാങ്ങിയ പോലെ സിന്നമൻ അവിടെ നിന്ന് കഴിക്കുന്നില്ലേ, മുന്തിരി വാങ്ങുന്നില്ല എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം, ഒരു ബെറിക്ക് കയ്യിൽ കിലോക്ക് 3000 രൂപയുണ്ട്. ഒരു ബെറി വാങ്ങണമെങ്കിൽ 2000 രൂപ മുതൽ 5000 രൂപ വരെയാണ് ഒരു ബെറിയുടെ വെറൈറ്റി മാർക്കറ്റിൽ. ഇതൊക്കെ നമ്മൾ നിൽക്കുന്നുണ്ട് വളരെ ശാസ്ത്രീയമായി, വളരെ എന്താ പറയാ ക്വാളിറ്റിയോടുകൂടി അതിന്റെ എക്സ്ട്രാക്ട് ഉപയോഗിച്ചുണ്ടാക്കി. നിങ്ങൾക്ക് വാങ്ങിച്ച് കഴിക്കാനൊന്നും പ്രായോഗികമല്ല. അങ്ങനെ വാങ്ങിച്ച് കഴിച്ച ആളുകളില്ല. അതുകൊണ്ട് ഇതൊന്നും വാങ്ങി കഴിച്ചോന്ന് പറയാം. സിമ്പിളാക്കി, എല്ലാത്തിനും സിമ്പിളാക്കും. അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്കാണ് നിങ്ങൾ കയറി പോകേണ്ടത്. സഫേദ് മുസലി ഉള്ളത് കൊണ്ടും അതേപോലെ തന്നെ സോപ്പ് പാൽമറ്റോ ഉള്ളത് കൊണ്ടും സെക്ഷൽ ആയിട്ടുള്ള വെൽനസ് കിട്ടാൻ സഹായിക്കും. ഈ സോപ്പ് പാൽമറ്റോ എന്ന് പറയുന്നത് ഒരു അമേരിക്കയിൽ കാണുന്ന ഒരു പനയുടെ ഒരു കുരുവാണ്. അത് പുരുഷന്മാർക്ക് ഏകദേശം ഒരു 50 വയസ്സ് കഴിയുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് വീക്കം. പ്രോസ്റ്റേറ്റ് വീക്കത്തിനെയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെയും തടയാൻ പറ്റും. പുരുഷന്റെ ബീജോത്പാദനത്തെയും സ്ത്രീയുടെ അണ്ടോത്പാദനത്തിനെയും എന്ത് ചെയ്യും? അത് വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ ഏറ്റവും പ്യുവർ എന്താ പറയാ, ഒരു പ്രോഡക്റ്റിലും ഇല്ലാത്ത ഇൻഗ്രീഡിയന്റ് ആണ്. സോ സീബക്ത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസ് എന്ത് ചെയ്താണ് റിസർച്ച് ചെയ്ത് അവര് മിലിറ്ററി ഓഫീസേഴ്സിന് കൊടുക്കുന്ന ഒരു ഫ്രൂട്ട്
ഒരു ആന്റി ഓക്സിഡന്റ് ഫ്രൂട്ടാണ് സിവക്ത്രം എന്ന് പറയുന്നത്. സിവക്ത്രം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഓൾമോസ്റ്റ് ഒരു ആന്റി ഓക്സിഡന്റിന്റെയും വിറ്റാമിൻസിന്റെയും മിനറൽസിന്റെയും കലവറയാണെന്ന് പറയാം. അത് സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക്, തലച്ചോറിന്റെ നാഡീഞരമ്പുകൾക്ക്, ബോഡിക്ക് ടോട്ടാലിറ്റി നല്ല ഒരു ടോട്ടലായിട്ട് എന്ത് ചെയ്യും, ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സിബക്ത്രോന്റെ ജ്യൂസ് മാത്രം വാങ്ങാൻ കിട്ടും. അതിന് തന്നെ 1 ലിറ്ററിന് ഏകദേശം 1000 രൂപക്ക് മുകളിൽ. അതുപോലെ സോപ്പാൽമറ്റോയുടെ ടാബ്ലറ്റ് മാത്രം വാങ്ങാൻ കിട്ടും. അത് നിങ്ങൾ റേറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു 30 ടാബ്ലറ്റിന് ഏകദേശം 1000 രൂപക്ക് മുകളിൽ വില ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടന്റ്. ഈ കണ്ടന്റുകൾ ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആളുകളോട് കണ്ടന്റുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിന്റെ ക്വാളിറ്റി ഗുണങ്ങൾ മാത്രം പറയാം. സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഈ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനും കൊളസ്ട്രോളിനെ ചെറുക്കാനും സാധിക്കും. ട്രൈഗ്ലിസറിനെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ HDL-നെ ഇംപ്രൂവ് ചെയ്യാനും LDL-നെ കുറക്കാനും ഒക്കെ സാധിക്കും. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഈസിയാണ്. തൈറോയ്ഡ് വരാതിരിക്കാൻ സാധിക്കും. തൈറോയ്ഡ് ഉള്ളവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ ക്ലബ് ചെയ്യാം. നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പിന്റെ പ്രൊഡക്റ്റ് ഇതും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ തൈറോയിഡിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ എന്ന് പറയാം. കാരണം റിക്കവറി കുറെ കൂടി ഈസിയാണ്. മാനസികമായ സമ്മർദ്ദം, പിരിമുറുക്കൊക്കെ കുറക്കാൻ വേണ്ടി സഹായിക്കും. നല്ല മൂഡ് സ്വിങ് വരുന്ന ആളുകളുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നതും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമ്മർദ്ദം, ഹോർമോൺ ഇംബാലൻസ് കൊണ്ടൊക്കെ വരുന്ന ആളുകളുണ്ട്. അതിനെയൊക്കെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എപ്പോഴും നല്ല സ്ട്രെങ്ത്തും സ്റ്റാമിന ഉണ്ടാവും. കഴിച്ച ആളുകളൊക്കെ അറിയാം അല്ലേ, നമ്മൾ പലരും കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും, പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. സ്കിൻ ഡിസീസുകൾ ഉണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് എന്ത് സ്കിൻ ഡിസീസ് ആണെങ്കിലും. അതേപോലെ വരണ്ട ചർമ്മങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. ചിലത് ചുക്കിച്ചൊളിഞ്ഞ് അല്ലെങ്കിൽ ചുളി, ഒരു മുള്ളി, എന്താ പറയാ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരു മുള്ളിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഇങ്ങനെ സ്ക്രാച്ചിങ് സമയത്ത് ഒരു തൊലി ഇങ്ങനെ പറക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അതിനൊക്കെ എന്ത് ചെയ്യും, ഇമ്പ്രൂവ്മെന്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നവരാണ്. ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകൾക്ക് അസിഡിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ദഹന പ്രക്രിയ പ്രോപ്പർ ആക്കും. കിഡ്നിയുടെ ഫങ്ഷൻ പ്രോപ്പർ ആക്കാൻ സഹായിക്കും. പക്ഷെ ക്രിയാറ്റിൻ കൂടുതലുള്ള അനാരോഗ്യമുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ പുടച്ചു കൊടുക്കരുത്. കാരണം ഇതില് സോഡിയം ഒക്കെ ഉള്ളത് കൊണ്ട്, പൊട്ടാസ്യത്തിന്റെ കണ്ടന്റ് അടങ്ങിയത് കൊണ്ട് അത് അവർക്ക് എന്ത് ചെയ്യും, നേരെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് ആരെയും ചികിത്സിക്കാൻ പോകരുത് ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട്. അതേപോലെ ബ്രെയിനിന്റെ ഫങ്ഷൻ പ്രോപ്പർ ആക്കും. അത് എല്ലാ തരത്തിലുള്ള അൽഷിമേഴ്സിന് പോലും പാർക്കിൻസൺസിന് പോലും ഒരു പരിധി വരെ ആശ്വാസം കിട്ടാൻ ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളതാണ്. കണ്ണിന്റെ കാഴ്ചശക്തിക്ക് നല്ലതാണ്. ഗ്രേപ്പ് സീഡിന്റെ ഉള്ളിലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഏറ്റവും നല്ലതാണ് കണ്ണിന്റെ കാഴ്ചശക്തിക്ക്. അപ്പൊ ഇങ്ങനെയുള്ള പൊതുവായിട്ട് നിങ്ങൾ ഒരാളോട് കാര്യം സംസാരിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുന്നത് ഇബയോട്ടോറത്തിന്റെ സെയിൽസ്മാൻമാരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾ ഒരാളെടുത്ത് ഒരു കാര്യം സംസാരിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആളുകളുടെ കഴിവും കപ്പാസിറ്റിയും അറിഞ്ഞ് റാപ്പോ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. നിങ്ങൾ പോയി നിങ്ങൾ അറിഞ്ഞു വെച്ച പ്രൊഡക്റ്റ് ട്രെയിനിങ് ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ 100 വിവരങ്ങൾ അവിടെ പോയി സംസാരിക്കരുത്. അവിടെ സംസാരിക്കേണ്ട കാര്യം മാത്രം സംസാരിക്കും. കാരണം നമ്മളവിടെ പോകുന്നത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അവരെ എന്ത് ചെയ്യുക, കൂടെ നിർത്താനല്ല, അവർക്കൊരു പ്രൊഡക്റ്റ് കൊടുക്കാനാണ്. പലരും ചെയ്യുന്നത് ഭയങ്കര വിഡിത്തമാണ്. ചില ആളുകളൊക്കെ പറയുന്നതൊക്കെ ഇതിൻ്റെ അകത്തുള്ള 21 ഇൻഗ്രീഡിയൻസ് എഴുതിയെടുക്കും. എന്നിട്ട് എഴുതിയെടുത്തിട്ട് ഇതിന്റെ ഗുണമൊക്കെ നോക്കി, ഇതിന്റെ മണവും ഗുണമൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് പോരും. അപ്പൊ കേട്ട ആൾക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്തിനാണ് ഇയാൾ വന്നതെന്ന്, ഇത് എന്താണ് ഇയാൾ പറഞ്ഞതെന്നും മനസ്സിലാകുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അത് ഉണ്ടാവരുത്. ജസ്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന ഈ സാധനങ്ങൾ മാത്രം പറയാം. ഇതിനെ മലയാളത്തിലാക്കി നമുക്ക് ബ്രോഷർ അടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടെന്ന് മനോജ് സാറിന് ചോദിച്ചു നോക്കാം. കാരണം ടെക്നിക്കലി ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ബ്രോഷർ അടിക്കാൻ പാടില്ല എന്നുണ്ടോ നിയമം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് കഴിക്കേണ്ടത് ഞാൻ പറഞ്ഞു കൊടുക്കുക. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം മക്കൾക്കാണെങ്കിൽ ഒരു 10 മില്ലി ഒക്കെ എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്, 1-2 ദിവസം ഇടപെട്ട് കൊടുക്കുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ സഹായിക്കും. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാല് രാവിലെ വെറും വയറ്റിൽ 30 മില്ലി നമ്മുടെ കോൺസെൻട്രേറ്റ്, ഇതൊരു കോൺസെൻട്രേറ്റ് ആയിട്ട് ഉണ്ടാവും, നല്ല തിക്നെസ് ആണ്. ഇന്ന് ഓരോറ്റ കമ്പനിക്കും ഇത്രയും തിക്നെസ്സോട് കൂടി കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ലിക്വിഡ് ഉണ്ടാവില്ല എന്നുള്ള. അതെന്ത് ചെയ്യുക, 30 മില്ലി എടുക്കുക, ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, 30 മില്ലി ഇളം ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വെറും വയറ്റിൽ കഴിക്കുക. സിമ്പിൾ ആണ്, ഒരു നേരം കഴിച്ചാൽ മതി. ഇനി ആർക്കെങ്കിലും സിവിയർ ആയിട്ടുള്ള അസുഖങ്ങള്, ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങള്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് ഘട്ടങ്ങള് അതേപോലെ തന്നെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ 2 നേരം കഴിക്കാം.
പ്രശ്നമൊന്നുമില്ല. നോർമൽ കേസിൽ ഒരാൾക്ക് ഹെൽത്തി ആയുള്ള ഒരാൾ ഒരു നേരം കഴിച്ചാൽ മതി. അതേപോലെ തന്നെ ഈ 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ 15 മില്ലി ഒക്കെ മതി ഒരു ദിവസം. അത് രാവിലെ ഒരു 10 മില്ലി, ഒരു വൈകുന്നേരം ഒരു 10 മില്ലി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരു നേരമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ വേറെ അതിനെ കൊണ്ട് പ്രത്യേകിച്ച് വേറെ ദോഷങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നിങ്ങൾ ഇത് സജസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരോട് പറയാൻ വേണമെങ്കിൽ നിങ്ങളുടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചിട്ട് കൊടുത്തോ എന്ന് പറയാം. ഓക്കെ, ഡോക്ടർ ഒരിക്കലും നോ എന്ന് പറയില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ കിഡ്നി പേഷ്യന്റ് ആയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കിത് കൊടുക്കരുത്. കാരണം അവർക്ക് ഗുണം കിട്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്. അവർ ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയില്ല, അവരാരും തുറന്നു പറയില്ല അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ അതെന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിന് കുറ്റം വരും. അതുകൊണ്ട് അവരെ ഒഴിവാക്കി. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന പല കണ്ടന്റുകൾ അവർക്ക് കഴിക്കാൻ പാടില്ലാത്തതായിരിക്കും. ഇതാണ് പ്രൊഡക്റ്റ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ. ഇത് വളരെ ഈസിയായി ഏതൊരു സാധാരണക്കാർക്കും വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത, നമ്മുടെ കമ്പനിയിൽ എല്ലാ പ്രൊഡക്റ്റും ഏറ്റവും ബോട്ടം ലെവൽ മുതൽ ഏറ്റവും ടോപ്പ് ലെവൽ വരെയുള്ള പാക്കേജുകളിൽ ലഭ്യമാണ്. അത് വെറി മാത്രമല്ല, മോർ പവർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇനി വരാൻ പോകുന്ന പ്രൊഡക്റ്റുകളും ഇങ്ങനെ തന്നെയായിരിക്കും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് റീറ്റെയിൽ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആരുടെ എൻട്രി എടുക്കുമ്പോഴും ഒരു 13 BBക്ക് ഇപ്പൊ എൻട്രി എടുക്കുമ്പോൾ 4400 രൂപയുണ്ട്. 2 ജ്യൂസ് കൊടുത്താൽ മതി. ആ ഒരു ജ്യൂസ് അവർ ഉപയോഗിച്ച് മറ്റൊരു ജ്യൂസ് 3250 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 1000 രൂപക്കാണ് എൻട്രി. നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എടുത്ത് ക്ലോസ് ചെയ്ത് കൊടുക്കണം. കാരണം റിക്രൂട്ട്മെന്റ് നടന്നാൽ മാത്രമേ നമുക്ക് വരുമാനം ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുന്ന, നിലവിൽ ചിന്തിച്ചു വന്ന ചിന്താരീതിയൊക്കെ മാറ്റും. 4400 രൂപയ്ക്ക് സാറൊരു ജ്യൂസ് ഉപയോഗിക്കുകയാണ്, 3250 രൂപക്ക് ഒരു ജ്യൂസ് വിൽക്കുക. ബാക്കി എത്ര പൈസയാണ് കൈ നിൽക്കുന്നത്? 1 ലിറ്റർ ജ്യൂസ് ഫ്രീയും കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എൻട്രി എടുക്കും, അല്ലെ? റീറ്റെയിൽ ചെയ്യാൻ കൂടെ വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പറയാം 8000 രൂപക്ക് 4 ബെറി കിട്ടും, 25 PV കിട്ടും. 25 PV മാച്ചിങ് സംഭവിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും പവർ സൈഡിൽ സെയിൽ നടക്കുന്നുണ്ടാവും, അല്ലെ? 25 PVയുടെ സെയിൽ വെക്കുന്ന സമയത്ത് എന്ത് വരുമാനം കിട്ടുന്നവർ പോലെ 68 രൂപ 20 പൈസ നിരക്കിൽ 25 PVക്ക് എത്ര കിട്ടും നോക്കിയേ. 50 PVക്ക് ആണെങ്കിൽ 3410 രൂപ കിട്ടൂലേ മാച്ച് ചെയ്താല്? ഇപ്പൊ 13200 രൂപന്റെ അത്രക്കും 10000 രൂപ കിട്ടും ജ്യൂസ് കിട്ടും. ഓക്കെ, 24000 രൂപയുടെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ 16 ബോട്ടിൽ കിട്ടും ലിറ്ററിന്റെ. അപ്പൊ ഈ പാക്കേജ് ഒക്കെ ടീമിൽ എന്ത് ചെയ്യാം, മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് എടുത്ത് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് റിക്രൂട്ട്മെന്റുകൾ ഇങ്ങനെ മെല്ലെ 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 നമ്മുടെ ടീമിലേക്ക് വന്നുകൊണ്ടിരിക്കും. റിക്രൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 13 PVയുടെ 2 റിക്രൂട്ട്മെന്റ് ലെഫ്റ്റും റൈറ്റും വന്നു കഴിഞ്ഞാൽ 857 രൂപ കിട്ടും ഒരു ദിവസം. 30,000 രൂപയ്ക്ക് അടുത്തായി ഒരു മാസത്തെ വരുമാനം. ഇല്ലാണ്ട് നിങ്ങൾ 6920 തന്നെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 13 PV വെച്ച് റിക്രൂട്ട് ചെയ്ത് പോവാ, അല്ലെങ്കിൽ റീറ്റെയിൽ ചെയ്ത് പോവാ. റീപർച്ചേസിൽ എടുത്താൽ മതി ഈ പ്രോഡക്റ്റ്. അതിനെക്കാട്ടും വില കുറച്ച് കിട്ടും. 1600 രൂപക്ക് ഒരു ബോട്ടിൽ കിട്ടും റീപർച്ചേസിൽ എടുക്കുന്ന സമയത്ത്. അപ്പൊ ഇത് നമ്മൾ വിൽക്കുമ്പോ നമുക്ക് എന്താണ് ഗുണം എന്നുള്ളതാണ്. 4400 പാക്കേജ് വാങ്ങി റീറ്റെയിൽ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് DP 2200 രൂപയാണ്, 3250 രൂപയാണ് MRP, 1050 രൂപ കിട്ടും. നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. 8000 രൂപക്ക് 2000 രൂപ കോസ്റ്റ്, 3250 രൂപ MRP, 1250 രൂപ മാർജിൻ. 50 PVയുടെ 8 ബോട്ടിൽ വാങ്ങുമ്പോൾ 1650 രൂപ DP, 3250 MRP, 1600 രൂപ നമ്മുടെ പ്രോഫിറ്റ്. 24000 രൂപയുടെ പാക്കേജ് വാങ്ങുമ്പോൾ 1500 രൂപക്ക് പ്രൊഡക്റ്റ് കിട്ടും, 1750 രൂപ മാർജിൻ. ലോകത്തില് ഒരു പ്രൊഡക്റ്റും ഇങ്ങനെ ഒരു പാക്കേജിൽ എവിടെയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ തന്നെന്ന് വെച്ചാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് എടുത്ത് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ അതൊന്നുമല്ല പറയാൻ പോകുന്നത്. ഒരു ദിവസം ഒരു ജ്യൂസ് വിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ 4400 പാക്കേജിലുള്ള ഒരു ബോട്ടിൽ ജ്യൂസ് വെച്ച് ഒരു മാസം 30 എണ്ണം വിറ്റ് കഴിഞ്ഞാൽ 31,500 രൂപ നിങ്ങൾക്ക് അഡീഷണൽ വരുമാനം കിട്ടും. നിങ്ങൾ
8,000 രൂപയുടെ പാക്കേജ് എടുത്താൽ ഒരു മാസത്തെ വരുമാനം 37,500 രൂപയാണ്. നിങ്ങൾ 13,200 രൂപയുടെ പാക്കേജിലുള്ള പ്രൊഡക്റ്റ് എടുത്ത് റീറ്റെയിൽ ചെയ്യുന്നെങ്കിൽ 48,000 രൂപയാണ് നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം പെർ ഡേ പെർ ബോട്ടിലാണ് കേട്ടോ. ഒരു ബോട്ടിൽ മാത്രം വിറ്റാനുള്ള വരുമാനം പറയുന്നത്. 24,000 പാക്കേജിലുള്ള പ്രൊഡക്റ്റ് എടുത്ത് റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ റീറ്റെയിൽ പ്രോഫിറ്റ് ദിവസം ഒരു ബോട്ടിൽ വിറ്റ് കഴിഞ്ഞാൽ 30 ദിവസം 52,500 രൂപയാണ്. എന്റെ മുന്നിൽ ഇരിക്കുന്നവര് ഒരു ബോട്ടിൽ വിൽക്കാൻ കപ്പാസിറ്റി മാത്രമുള്ള ആളുകളല്ല. നിങ്ങൾ മാറ്റി ചിന്തിച്ചു തുടങ്ങുക. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന് 2 ബോട്ടിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ 24,000 രൂപയുടെ ഒരു പാക്കേജ് എടുത്ത് നിങ്ങൾ ബോട്ടിൽ വിൽക്കുകയാണെങ്കിൽ 1,05,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. എവിടുന്ന്? കസ്റ്റമറിൽ നിന്ന് വാങ്ങുന്ന പ്രോഫിറ്റ് മാത്രം. കമ്പനിയിൽ നിന്ന് കിട്ടുന്ന 6,820 രൂപ വേറെ ഉണ്ട് അല്ലെ, അത് വേറെ കിട്ടും. അതേപോലെ തന്നെ 100 BB റീറ്റെയിൽ ചെയ്ത് ഒരു ദിവസം 16 ജ്യൂസ് വിൽക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് മദർ പ്ലാനിൽ 3 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മാസം വേണ്ടെന്നുള്ളതാണ്. ടൂറ് പോകാൻ വേണ്ടിയിട്ടെങ്കിലും എന്ത് ചെയ്യാ, നമ്മള് ഇതിനെ എന്ത് ചെയ്യാ, മാക്സിമം റീറ്റെയിൽ ചെയ്ത് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫാമിലി ബോണസും അവയർനെസ് ബോണസും വേറെ കിട്ടും. പിക്കപ്പ് സെന്റർ സ്വന്തമായിട്ടുള്ളവരാണെങ്കിൽ ആ 100 BBക്ക് ഏകദേശം 300 രൂപക്ക് അടുത്ത് പിക്കപ്പ് സെന്റർ ബോണസ് കിട്ടും. ഇതെല്ലാം കൂടി എന്ത് ചെയ്യും, ക്ലബ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ മാട്രസ് പേഡും പില്ലോ പേഡും അതേപോലെ മറ്റുള്ള പ്രൊഡക്റ്റുകളും ഒക്കെ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ മാറ്റി വെച്ച് ഒരൊറ്റ ജ്യൂസ് വിറ്റുകൊണ്ട് കോടികൾ ഉണ്ടാകും. പണം കിട്ടിയാൽ എല്ലാവർക്കും നല്ലതായിരിക്കും അല്ലെ. അപ്പൊ അതിനുള്ള പാക്കേജുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനി മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്.